ഓക്കെ, നമ്മള് ധ്യാനിക്കുകയും ചെയ്യുന്നു. ചിലപ്പം ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ഇച്ചിരി പ്രയാസമായി തോന്നുന്ന ചില ഭാഗങ്ങൾ കാണാം, അറിയാവുന്നതായിരിക്കാം. ചിലപ്പോൾ നമുക്ക് അത് കുറച്ചും കൂടെ ഡീറ്റെയിലായിട്ട് ചിന്തിക്കേണ്ടതായിട്ടൊക്കെ വരാം. ദൈവം അനുവദിക്കുന്ന പോലെ നമുക്ക് രാത്രി ദൈവത്തെ ധ്യാനിക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് എന്താണ് ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ സർക്കംസിഷൻ എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പം അത് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും കൈകൊണ്ടുള്ള പരിച്ഛേദനയും അതെന്താണെന്നും എന്താണ് സ്പിരിച്വൽ സർക്കംസിഷൻ എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായി ചിന്തിച്ചു. അത് എന്തിനെയാണ് അവിടെ തകർക്കുന്നത്, എന്തിനെയാണ് നീക്കം ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് ഡീറ്റെയിലായി ചിന്തിച്ചു. ഈ 2-ാം അധ്യായം 11-12 വാക്യങ്ങളില് അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ. അപ്പം അന്ന് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതിലെ ഓരോ ഞാൻ ഈ വേർഷൻ വായിച്ചിട്ട് പിന്നെ മറ്റൊരു വേർഷനിലേക്ക് പോകാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഒരു വാക്ക് ഇവിടെ ഉദ്ധരിക്കുന്ന 11-ല് അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ. അപ്പം അതെന്താണ് ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ എന്ന് പറയുമ്പം അതിനെ ഞാൻ എല്ലാ മെസ്സേജും അതിനകത്ത് ഒന്നിച്ച് കോർത്തിണക്കി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷെ ഇങ്ങനെ എടുത്തു പറഞ്ഞില്ല. അതുകൊണ്ടൊന്നും അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷെ ഇങ്ങനെ വാക്ക് എടുത്തു പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. ജന്മനാലുള്ള പാപ സ്വഭാവത്തെ നീക്കം ചെയ്യുന്നതിനാണ് ജഡശരീരം ഉരിഞ്ഞ് കളയുക എന്ന് പറഞ്ഞാൽ. നമ്മൾ പറയുമല്ലോ, നമ്മള് ജഡം എന്നുള്ളത് തിരുനിയമത്തിൽ ശരീരത്തെയും പറയും, അതുപോലെ തന്നെ പാപ പ്രകൃതിയും പറയും. മലയാളത്തിൽ അങ്ങനെ ഒരു വേർഡ് കൊടുക്കാതെ അവിടെയും ജഡമെന്നാ പറയുന്നത്. അപ്പൊ 11-ാം വാക്യം, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ എന്ത് സംഭവിച്ചു? ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ എന്ന് പറയുമ്പോൾ, നിങ്ങൾ നമ്മുടെ ഈ വേർഷനാണോ നമ്മൾ എപ്പോഴും വായിക്കുന്നത്. ഇപ്പൊ ഒരു എക്സ്പ്ലനേഷൻ മറ്റു ഇതിൽ തന്നാലും പിന്നെയും വാക്യം നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നത് ഈ വേദസ്വം ആയതുകൊണ്ട് ഞാനിതൊന്നും ഇങ്ങനെ എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് അതിന്റെ ആകത്തുക മനസ്സിലായി, മെസ്സേജ് മനസ്സിലായി. എന്നാൽ ഈ വാക്യങ്ങൾ ഇനി വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ ഇത് പറയുന്നത്. എന്താണ് ഈ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം നടന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അർത്ഥം നമ്മുടെ കട്ടിങ് എവേ ഓഫ് അവർ സിൻഫുൾ നേച്ചർ, അല്ലെങ്കിൽ ജന്മനാലുള്ള നമ്മുടെ പാപ സ്വഭാവത്തെ നീക്കിക്കളഞ്ഞതിനാൽ തന്നെ. അപ്പൊ അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. പിന്നീട് നമ്മൾ ലേഖനം വായിക്കുമ്പോൾ ഈ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഡൗട്ട് ഇനിയും വരാൻ സാധ്യതയുണ്ട്. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ. അപ്പൊ ക്രിസ്തു തന്ന പരിച്ഛേദന എന്തെന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. പുതിയ നിയമസഭയ്ക്ക് പരിച്ഛേദന ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണ്? എന്നാൽ യഹൂദ പരിച്ഛേദന എന്താണ്? ഇതാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പൊ ഇവിടെ ഈ പ്രത്യേകമായ വാക്ക് ശ്രദ്ധിക്കുക. ഈ പ്രത്യേകമായ വാക്ക് ജഡ ശരീരം ഉരിഞ്ഞ് കളഞ്ഞതിനാൽ തന്നെ എന്ന് വായിക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്? എന്തുവാണ് നമുക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയിലൂടെ നമ്മുടെ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞു പറയുമ്പോൾ നമ്മൾ എന്താണ് അർത്ഥമാക്കേണ്ടത്? നമ്മൾ അർത്ഥമാക്കേണ്ടത് ക്രിസ്തു നമുക്ക് തന്ന പരിച്ഛേദന, സ്പിരിച്വൽ സർക്കംസിഷൻ, ആത്മീകമായ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ജഡ ശരീരം ഉരിഞ്ഞു കളഞ്ഞു എന്ന് നമ്മളുടെ വേർഷനിൽ പറയുമ്പോൾ അതിന്റെ യഥാർത്ഥമായ മീനിങ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ജന്മനാലുള്ള പാപ സ്വഭാവത്തെ നീക്കം ചെയ്യുന്ന ഒരു പരിച്ഛേദന, അല്ലെങ്കിൽ കട്ടിങ് എവേ ഓഫ് യുവർ സിൻഫുൾ നേച്ചർ. നമ്മുടെ പാപ സ്വഭാവത്തെ നീക്കം ചെയ്യുന്ന ഒരു പരിച്ഛേദനയാണ് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചത്. നമ്മുടെ വേർഷൻ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞു എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമായിട്ടാണ് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നിട്ട് സ്ഥാനത്തിൽ നിങ്ങൾ അവനോട് അടക്കപ്പെടുകയും അവനെ മനുഷ്യരുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇത് നമ്മള് ഇവിടെ നമ്മള്
എക്സ്പ്ലെയിൻ ചെയ്തു, ബാപ്റ്റിസത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം ബാപ്റ്റിസത്തിലൂടെ നടക്കുന്ന എന്താണ്, സ്നാനത്തിലൂടെ നടക്കുന്നത് എന്താണ്, എവിടെയാണ് ഈ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന സംഭവിക്കുന്നത്? ഈ സ്പിരിച്വൽ സർക്കംസിഷൻ സംഭവിക്കുന്നത് എന്താണ്? സ്പിരിച്വൽ സർക്കംസിഷൻ ജഡശരീരം ഉരിഞ്ഞു കളയുക. എന്താണ് ജഡശരീരം ഉരിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ? ജന്മനാലുള്ള നമ്മുടെ പാപ സ്വഭാവത്തെ നീക്കം ചെയ്യാം. അതായത് കട്ടിങ് എവേ ഓഫ് അവർ സിൻഫുൾ നേച്ചർ. ഇതാണ് നമ്മുടെ മനസ്സിൽ സ്പിരിച്വൽ സർക്കംസിഷൻ വരുമ്പോൾ ഓടിയെത്തേണ്ട ചിന്ത. അത് ക്രിസ്തുവിലൂടെയാണ് നമുക്ക് സാധ്യമായത്. എന്നാൽ അത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അടുത്ത വാക്ക് പറയുന്നു, സ്നാനത്തിൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെടുകയും ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ. അതായത് അത് വ്യക്തമായി നമ്മൾ ചിന്തിച്ചു, എങ്ങനെയാണ് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത്? അപ്പൊ ദൈവം ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ളത് അത് എന്താ പറയണ്ടേ, അത് ആ കർത്താവിനെ ദൈവം മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ളത് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് അങ്ങനെ തന്നെ സംഭവിച്ചു, അതങ്ങനെ തന്നെ നടന്നു. അത് ആർക്കും നിഷേധിക്കാൻ കഴിയത്തില്ല. അത് സംഭവിച്ചു. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ദൂതന്മാർ പറയുന്ന ആ ദൈവ പ്രവൃത്തി അവിടെ നടന്നു. എന്നാൽ അത് നമ്മൾക്ക് പ്രയോജനപ്പെടുന്നപ്പെടും ചോദിച്ചാൽ, നാം ക്രിസ്തുവിനോട് ചേരുന്ന ആ യൂണിയനിലേക്ക് വരുന്ന ബാപ്റ്റിസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ദൈവം തന്റെ പുത്രനിൽ ചെയ്ത ആ മഹത്തായ ദൈവ പ്രവൃത്തിയെ നമ്മുടെ ഉള്ളിൽ നമ്മൾ വിശ്വസിക്കുകയാണ്. സർവശക്തനായ ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ള ദൈവത്തിന്റെ ആ അത്യന്തമായ ആ മരിച്ചവരെ ഉയർപ്പിക്കാൻ ദൈവത്തിന് കഴിയുന്നത് ക്രിസ്തുവിൽ യേശുവിൽ ദൈവം ചെയ്തു എന്നുള്ള ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കർത്താവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്നത്. അപ്പോ അതൊരു നമ്മളുടെ തലച്ചോറിൽ ഫീഡ് ചെയ്തിരിക്കുന്ന ഒരു അറിവല്ല. ദൈവയേശുവിനെ മരിച്ചു ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ അല്ല. ഒരു നമ്മൾക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ അറിയുന്നില്ല എവിടെ എന്താണ് ഈ സ്പിരിച്വൽ സർക്കംസിഷൻ നടക്കണമെങ്കിൽ അത് അടിസ്ഥാനമായിരിക്കുന്ന ഘടകം എന്ന് ചോദിച്ചാൽ ഈ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വ്യാപരിച്ചുകൊണ്ട് നാം യേശുവിനോട് ചേരുന്ന സാദൃശ്യമായ സിംബോളൈസ് ചെയ്യുന്ന ബാപ്റ്റിസത്തിലേക്ക് അതിന് നമ്മളെ വിധേയപ്പെടുത്തുമ്പോഴാണ് മുകളിൽ പറയുന്ന ആ ജഡശരീരം ഉരിഞ്ഞു കളയുന്ന കട്ടിങ് അവേ ഓഫ് ദ സിൻഫുൾ നേച്ചർ അല്ലെങ്കിൽ ജന്മനാലുള്ള പാപ സ്വഭാവത്തെ നീക്കം ചെയ്യുന്ന ക്രിസ്തുവിന്റെ അതായത് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന കൈകൊണ്ട് ചെയ്യുന്നു. സർക്കംസിഷൻ, ഫിസിക്കൽ സർക്കംസിഷൻ കൈകൊണ്ട്. ഈ പരിച്ഛേദന പ്രത്യേകിച്ച് കൈകൊണ്ടല്ല, നമ്മുടെ വേർഷനാണ് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന. ഇത് നടക്കുന്നത് ഇപ്രകാരം ക്രിസ്തുവിനെ മരിച്ചവർക്കാണ്. ഇവണ്ണം. അപ്പൊ ആ വിശ്വാസമാണ് ദൈവത്തിന് സകലതും കഴിയും. എന്ത്? ദൈവം യേശുവിനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിച്ചു. ആ ദൈവത്തിന്റെ വ്യാപാര ശക്തിയിൽ, ആ മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള ദൈവത്തിലും അവന്റെ വ്യാപാര ശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദൈവം യേശുവിനെ മരിച്ചതിൽ ആദ്യജാത ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ഒരു അറിവായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കത് എൻ്റെ ഉള്ളിൽ വിശ്വാസമായി പരിണമിച്ചിരിക്കുന്നു. എനിക്കത് എപ്പോഴും ഓർക്കണം, വിശ്വാസമായി പരിണമിക്കാത്തത്തോളം കാലം നമുക്ക് ഉപകാരമായി വരും. എബ്രായക്കാരൻ പറയുന്ന പോലെ അവരും ഈ സദ്വർത്തമാനം കേട്ടവരാകുന്നു, പക്ഷെ അവർക്കത് വിശ്വാസമായി പരിണമിച്ചില്ല. അതുകൊണ്ട് അവർക്കത് ഉപകാരമായി. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ദൈവം യേശുവിനെ മരിച്ചു ഉയർപ്പിച്ചു എന്നുള്ള ആ വസ്തുത വിശ്വാസമായി, അഷ്വറൻസ്, കോൺഫിഡൻസ്, അതാണ് വിശ്വാസത്തിന്റെ തെളിവ് എന്ന് പറയുന്നത്. വിശ്വാസ തെളിവില്ല, പക്ഷെ വിശ്വാസത്തിന്റെ രണ്ട് ഘടകങ്ങളാണ്. അഷ്വറൻസ് പ്ലസ് കോൺഫിഡൻസ് ഈസ് ഈക്വൽ ടു ഫെയ്ത്ത്. അപ്പൊ അഷ്വറൻസും കോൺഫിഡൻസും നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളിൽ ആ വിശ്വാസം വ്യാപരിക്കുന്നു. അങ്ങനെ വിശ്വാസം വ്യാപരിക്കുന്ന ഒരു വ്യക്തി യേശുവിനോട് ചേരുമ്പോൾ അവൻ ഉപകാരമായി വരുന്ന ഏറ്റവും വലിയ ഉപകാരമാണ് എന്ത് ചെയ്യണം? അവൻ ക്രിസ്തുവിനോട് മരിക്കുന്നു. ക്രിസ്തുവിനോട് മരിക്കുമ്പോൾ കൈകൊണ്ടല്ലാത്ത ക്രിസ്തുവിനോട് ചേരുമ്പോഴുള്ള ഒരു സ്പിരിച്വൽ സർക്കംസിഷൻ നടക്കുന്നു. അതിന്റെ അർത്ഥം ആ വിശ്വാസം നമുക്ക് ഉപകാരമായി വന്നു.
അതാണ് അങ്ങ് ആ വിശ്വാസമില്ലെങ്കിൽ ഇത് ഉപകാരമായി വരത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് എടുത്ത വാക്യം പറഞ്ഞത് എന്താണ്? അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇത് അതിനകത്ത് ഏറ്റവും വലിയ ദൈവിക മർമ്മമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വളരെ ശക്തമായി ചിന്തിച്ച ഒരു ഭാഗമാണ്. അപ്പൊ ഈ ബാപ്റ്റിസത്തെ കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ, നമ്മളുടെ ചർച്ചിൽ ബാപ്റ്റിസം നടത്തുമ്പോൾ എന്തുമാത്രം ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ക്ലാസ്സുകൾ ഓരോരുത്തരെയും ബാപ്റ്റിസത്തിൽ വളരെ എന്താ പറയണ്ടേ, ഓരോരോ ഭാഗങ്ങളാണ് വ്യത്യസ്തമായിട്ട് എടുത്തുകൊണ്ടിരുന്നതും ശക്തമായി പ്രതിപാദിച്ചതും. അപ്പൊ ഇവിടെ പറയുന്ന കൊലോസ്യ ലേഖനത്തിൽ പറയുന്ന ഈ ഭാഗം അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനത്തിലും ഇത് തന്നെ പറയുന്നുണ്ട്. ഈ ക്രിസ്തുവിനോട് ചേരുന്ന ഈ ജ്ഞാനത്തിൽ അടക്കപ്പെടുന്ന ഈ വിശ്വാസത്തിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഈ പ്രക്രിയ, ഈ ദൈവത്തോടുള്ള അനുസരണം, അത് എത്രമാത്രം അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ദൈവിക മർമ്മം, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ ആ വലിയ ഉദ്ദേശം എത്ര ആഴമാണെന്ന് മനസ്സിലാക്കാൻ റോമാലേഖനം കൂടെ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമാകും. റോമാലേഖനം 6-ാം അധ്യായത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. എല്ലാ സഭകളിലും ഇത് അറിയണമെന്ന് അപ്പോസ്തലൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് സഭകൾക്ക് വിവിധ ഭാഗങ്ങളിലും ഇത് എഴുതുമ്പോഴും കത്തുകൾ എഴുതുമ്പോഴും ഇത് ഓർപ്പിച്ചുണർത്തിയിരുന്നു. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ്. ഞാനതൊന്ന് ഈ ഭാഗത്തോട് ചേർത്ത് ഒന്ന് പറഞ്ഞ് നമ്മൾ 13-ാം വാക്യത്തിലോട്ട് നമുക്ക് പോകാം. ഇവിടെ പറയുന്നത് ഈ 6-ാം അധ്യായത്തിന്റെ സ്നാനത്തെ കുറിച്ച് പറയാൻ പോകാം. ഈ 6-ാം അധ്യായത്തിന്റെ ക്യാപ്ഷൻ തന്നെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് സിൻസ് പവർ ഈസ് ബ്രോക്കൺ. പാപത്തിന്റെ ശക്തി തകർക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ സ്നാനം എന്ന് പറയുമ്പോൾ, സ്നാനപ്പെടുക എന്ന് പറയുമ്പോൾ വീണ്ടും ജനനം പ്രാപിച്ചവർ വേണം സ്നാനമേൽക്കാൻ. രക്ഷിക്കപ്പെട്ടവരാണ് ക്രിസ്തുവിനോട് ചേരേണ്ടത്. ആ ചേരുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദൈവത്തിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ സിൻസ് പവർ ഇസ് ബ്രോക്കൺ, പാപത്തിന്റെ ശക്തി തകരുകയാണ്. അതാണ് നമ്മൾ ഈ കൊലോസ്യ ലേഖനത്തിലും പറയുന്നത്. കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന, സ്പിരിച്വൽ സർക്കംസിഷൻ, ജഡശരീരം ഉരിഞ്ഞു കളയുന്നു, അല്ലെങ്കിൽ ജന്മനാലുള്ള സ്വഭാവം നീക്കം ചെയ്യപ്പെടുന്നു, സിൻഫുൾ നേച്ചർ കട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ദൈവിക ഉദ്ദേശം അവിടെ നടക്കുന്ന എങ്ങനെ ചോദിച്ചാൽ ദൈവത്തിലും അവന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ ഒരുവൻ ക്രിസ്തുവിനോട് ചേരുമ്പോഴാണ്. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യം എന്ന് ചോദിച്ചാൽ പാപത്തിന്റെ ശക്തി, ഒരു ദൈവ പൈതലായി തീരുന്ന ഒരു വ്യക്തിയുടെ മേൽ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്ന പാപത്തിന്റെ ആ അടിമത്തത്തിന്റെ ദാസനായിരുന്ന ആ വ്യക്തിയുടെ മേൽ പാപത്തിന്റെ ശക്തിയെ തകർക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്പിരിച്വൽ സർക്കംസിഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മർമ്മം എന്തെന്ന് ചോദിച്ചാൽ, അതിനകത്ത് ഉള്ളടങ്ങിയിരിക്കുന്ന രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലാണ്. സിൻസ് പവർ ഈസ് ബ്രോക്കൺ. ഇതിനാണ് പറയുന്നത് ജന്മനാലുള്ള പാപപ്രകൃതിയെ നീക്കുക എന്നവിടെ പറയുന്നു. അപ്പൊ നമുക്ക് ഒന്ന് അതിനെ ഇങ്ങനെ പറഞ്ഞു പോകാം. ദൈവത്തിന്റെ ഒരു വലിയ ഉദ്ദേശമാണ് 6:4 പറയുന്നു, നമ്മള് ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുന്ന ഒരു വ്യക്തി കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കണം. നമ്മുടെ ശരീരത്തിൽ രൂപാന്തരത്തിനായി നോക്കി പാർക്കണം. പക്ഷെ അത് നമ്മുടെ ഹോപ്പാണ്. എന്താണ്? കർത്താവിന്റെ വരവും നമ്മുടെ ശരീരത്തിന്റെ രൂപാന്തരവും നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്തെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമല്ല. പിന്നെയോ കാത്തിരിക്കുന്നവരുടെ ദൈവം ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്വമാണ്. കർത്താവ് വന്ന് നമ്മളെ ചേർത്തുകൊള്ളണം. നമ്മുടെ ശരീരം അവനെ പോലെ വിൻശരീരമായി തീരണം. പക്ഷേ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നമ്മുടെ ഡ്യൂട്ടി ഉണ്ട്. ദൈവത്തിന് നമ്മുടെ മേലുള്ള പ്രതീക്ഷയുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ട ഒരു ജീവിത രീതിയുണ്ട്. ആ ജീവിതത്തിന് പറയുന്നതാണ് ന്യൂ ലൈഫ്. ഇത് പലപ്പോഴും
ദൈവസഭകളിൽ അന്യപ്പെട്ടു പോയത് കൊണ്ട് ഇടയ്ക്കുള്ള ഒരു കാര്യം വളരെ ബ്ലാങ്കായി പോകുന്നു. നമ്മുടെ ഹോപ്പ്, നമ്മുടെ പ്രത്യാശ, കാണുന്നതിനായിട്ട് പിന്നെ പ്രത്യാശിക്കണ്ട, കാണാത്തതിനായിട്ടല്ലോ നാം പ്രത്യാശിക്കണ്ടേ. ആ പ്രത്യാശ അതിശക്തമായിരിക്കണം, അതിനൊരു മാറ്റം വരാൻ പാടില്ല. എന്നാൽ ആ പ്രത്യാശയോടെ ജീവിക്കുന്നവർ ദിനം തോറും ജീവിക്കേണ്ട ഒരു ജീവിത രീതിക്ക് വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പൊതുജീവിതത്തിന് നമ്മളെ പ്രാപ്തരാക്കാനാണ് ഈ സ്പിരിച്വൽ സർക്കംസിഷൻ തരുന്നത്. കാരണം വീണ്ടും ജനിക്കപ്പെട്ടവർ എന്ത് ചെയ്യുകയാണ്? അവർ ദൈവത്തിന്റെ മക്കളാകുന്നു, അവർ ദൈവരാജ്യത്തിന് അവകാശികളാകുന്നു. എന്നാൽ ബാപ്റ്റിസത്തിലൂടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നാം ഇനിയും പാപത്തിന്റെ അടിമയല്ലെന്നും പാപത്തിന്റെ ദാസനല്ലെന്നും ദൈവത്തിന്റെ ദാസനാണെന്നും ഇനിയും എന്റെ അവയവങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കാനുള്ളതാണെന്നും അതാണ് റോമലേഖനത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം. പക്ഷേ എന്ത് സംഭവിക്കുന്നു? പ്രത്യാശയെ മുറുകെ പിടിക്കുന്ന പലർക്കും ദൈവത്തിന്റെ പ്രതീക്ഷയെ നിറവേറ്റാൻ കഴിയുന്നില്ല. പ്രത്യാശ ഏറ്റവും ശ്രേഷ്ഠമാണ്. പക്ഷെ പ്രത്യാശിക്കാൻ വേണ്ടി ആ ദിനവും നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് ദൈവത്തിന്റെ മഹത്വത്തിനായി ദൈവം ഒരുക്കുന്ന ആ നല്ല നാളുകൾ തീർച്ചയായും ആഗതമാകും എന്നുള്ളതിന് സംശയമില്ല. പക്ഷെ ആ നല്ല നാളുകളിൽ നമ്മൾ ആദരിക്കപ്പെടണമെങ്കിൽ അതാരെ ആദരിക്കപ്പെടത്തുള്ളൂ? ഈ ന്യൂ ലൈഫ് നയിക്കുന്നവർക്ക് മാത്രമേ ആ പ്രത്യാശയുടെ പൂർണ്ണനിശ്ചയം പ്രാപിക്കുമ്പോൾ പ്രയോജനം ഉണ്ടാകൂ. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ കർത്താവിന്റെ വരവിനെ കുറിച്ച് അവർ പ്രസംഗിക്കുകയല്ലായിരുന്നു. അവര് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ന്യൂ ലൈഫ് നയിക്കുമായിരുന്നു. കർത്താവിന്റെ മടങ്ങി വരവ് അവരുടെ പ്രസംഗ വിഷയമല്ലായിരുന്നു. നിർജീവ പ്രവർത്തികളിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നുള്ളത് അവരുടെ പ്രസംഗ വിഷയമായിരുന്നു. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം അവരുടെ പ്രസംഗ വിഷയമായിരുന്നു. പക്ഷേ നിർജീവ പ്രവർത്തികളിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞവർക്ക് അവർ കൊടുത്ത ദൂത് എന്നു ചോദിച്ചാൽ, ദൈവം നിങ്ങളിൽ നിന്ന് ഒരു ന്യൂ ലൈഫ് പ്രതീക്ഷിക്കും. കാരണം ന്യൂ ലൈഫിന് വേണ്ടി ജനത്തെ ഒരുക്കിയാൽ അതാണ് കർത്താവിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറഞ്ഞുള്ള അർത്ഥം. അല്ലാതെ ആകാശ ലക്ഷണങ്ങൾ കാണുമ്പോഴോ പ്രകൃതിക്ഷോഭം കാണുമ്പോഴോ ഈ ഭൂമി ജീവിക്കാൻ കൊള്ളത്തില്ലെന്ന് തോന്നുമ്പോഴോ നമുക്ക് ആരോഗ്യമില്ലെന്ന് തോന്നുമ്പോഴോ നമ്മുടെ ആശകൾ നടക്കാതെ വരുമ്പോഴോ പ്രതീക്ഷിക്കാനുള്ളതല്ല കർത്താവിന്റെ വരവ്. മറിച്ച് നമുക്കൊരു പുതുജീവിതം നയിച്ച് എൻട്രി ചെയ്യാനുള്ളതാണ് കർത്താവിന്റെ വരവിലേക്ക്. അതുകൊണ്ട് അപ്പോസ്തലന്മാർ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്തത്, ഊന്നൽ കൊടുത്തത് കർത്താവിന്റെ വരവെന്നൊരു പ്രസംഗ വിഷയത്തിന്റെ രൂപത്തിലേക്കല്ല അവരെ കൊണ്ടുവരുന്ന, മറിച്ച് കർത്താവിനോട് ചേർന്ന് നിങ്ങൾ നയിക്കേണ്ട ഒരു പുതുജീവിതത്തെ അവരുടെ മുമ്പിൽ വരച്ചു കാട്ടി. ആ പുതുജീവിതം നയിക്കുവാൻ ക്രിസ്തുവിലൂടെ ദൈവം നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങൾ അതിന് അർഹരാണോ? പാപം ഇനിയും നിങ്ങളെ അടിമപ്പെടുത്തുമോ? നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ അവയവങ്ങളെ പാപത്തിന് വേണ്ടി പണയം വെക്കേണ്ട വരുമോ? ഇനിയും നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ പാപത്തിന്റെ ദാസനായി ആ ആയുധങ്ങളായി ഉപയോഗിക്കേണ്ട ഒരു ഗതികേട് നിങ്ങൾക്കുണ്ടോ? അതോ നിങ്ങൾക്കൊരു ജയം തന്നിട്ടുണ്ടോ? ഇതാണ് ഈ ഭാഗങ്ങളിലൂടെ പറഞ്ഞ് ഫലിപ്പിക്കാൻ അപ്പോസ്തലൻ ശ്രമിക്കുന്നു. അതായത് ക്രിസ്തുവിനോട് യുണൈറ്റഡ് ആയ ചേർന്ന ഒരു വിശ്വാസി ഉടലെടുക്കുന്ന ആഴമായ ആത്മീയ രൂപാന്തരത്തെ പറ്റിയാണ് ഈ 11-12 വാക്യങ്ങൾ, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ അർത്ഥമാക്കുന്നത്. എന്നോട് പറയാം, ക്രിസ്തുവിനോട് ഒന്നായി ചേർന്ന ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന ഒരു വിശ്വാസി ഉടലെടുക്കുന്ന ആഴമായ ആത്മീക മാറ്റത്തെ പറ്റിയാണ്
ഈ വാക്യങ്ങൾ അർത്ഥമാക്കുന്നത്. അത് സ്നാനത്തിലൂടെ ആണ് അത് പ്രദർശിപ്പിക്കപ്പെടുന്നു. അത് സിംബോളൈസ് ചെയ്യുന്നു. സ്നാനം അതിനെ പ്രതിദാനം ചെയ്യുന്നു. എന്തുവാ? മാനുഷിക പ്രവൃത്തിയല്ല, ദൈവത്തിന്റെ കൃപയുടെ ശക്തിയാലാണ് ഈ രൂപാന്തരം സംഭവിക്കുന്നത്. സ്നാനം അതിനെ സിംബോളൈസ് ചെയ്യുന്നു. വെള്ളത്തിലിറങ്ങുമ്പോൾ അത്ഭുതങ്ങളൊന്നും നടക്കുകയല്ല, അത് സിംബോളൈസ് ചെയ്യുക, അതിനെ സാദൃശ്യമാക്കുക. അതിനെ നമുക്ക് യേശു ക്രിസ്തുവിന്റെ മരണത്തോട് ഒന്നായി ചേരാൻ, ഏകീഭവിപ്പാൻ, നമ്മളെ തന്നെ മരിച്ചവരായി എണ്ണുവാൻ, അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ, കർത്താവ് മരണത്തിൽ ഉയർത്തെഴുന്നേറ്റ് ദൈവം ഉയർപ്പിച്ച പോലെ നമ്മൾ ഒരു പുതുജീവിതത്തിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്നുവെന്ന് നമ്മളെ തന്നെ എണ്ണുവാൻ, നമ്മൾ ഇനി നമുക്കുള്ളവരുമല്ല, പാപത്തിന് ദാസരുമല്ല, ഇനി നാം ദൈവത്തിനുള്ളവരാണെന്ന് നാം ഏറ്റുപറഞ്ഞ് വിളിച്ചു പറഞ്ഞ് അകത്ത് രൂപാന്തരത്തിനായി ദൈവകൃപയുടെ അത്യന്ത ശക്തിയാൽ ഒരുക്കപ്പെടുന്ന, എണ്ണപ്പെടുന്ന അനുഭവമാണ് ബാപ്റ്റിസം. അതായത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആ ഗ്ലോറിയസ് പവർ, ആ വ്യാപാര ശക്തി, ആ ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിച്ച് ക്രിസ്തുവിനോട് അടക്കപ്പെടുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് വരികയാണ്? അതേ ഗ്ലോറിയസ് പവർ, ആ കൃപയുടെ ശക്തിയാൽ പൊതുജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു, ഇനിയും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമെന്നുള്ള ആ തീരുമാനത്തോടെ ന്യൂ ലൈഫിലേക്ക് നമ്മൾ എൻട്രി ചെയ്യും. ഇത് വ്യക്തമാക്കാനാണ് റോമാലേഖനത്തിൽ പറയുന്നത്, 3-ാം വാക്യം, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ, 6:3, സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ ലേഖനത്തിൽ നിങ്ങൾ ഓർക്കുകയോ, ഞാൻ ബാപ്റ്റിസം പറഞ്ഞ ഉടനെ ബാപ്റ്റിസമായിട്ട് കണക്ട് ചെയ്തല്ലോ, ബാപ്റ്റിസമായിട്ട് കണക്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ നമുക്ക് ഉറപ്പുവരുത്താനാ ഞാൻ ഈ വാക്യം വായിക്കുന്നത്. അതങ്ങനെ തന്നെയാണ് അപ്പോസ്തലൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കാനാണ് ഈ വാക്യം വായിക്കുന്നത്. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ, ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ, കേട്ടോ, ക്രിസ്തു മരിച്ചിട്ട് ജീവിച്ചെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് പറയുന്നുണ്ടോ? കൊലോസ്യർ ലേഖനത്തിൽ പറഞ്ഞ അതേപോലെ തന്നെ പിതാവിന്റെ ഗ്ലോറിയസ് പവറിനാണ് ക്രിസ്തു എന്ത് ചെയ്യുന്നത്? ഉയർത്തെഴുന്നേറ്റത്. ആ മഹിമയാൽ ഉയർത്തെഴുന്നേറ്റ് അല്ലെങ്കിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ ഈ 5-ാം വാക്യത്തിന്റെ അടുത്ത വാക്യം ഒരു സ്നാനപ്പെടുന്ന ഒരു ദൈവവിധം മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഞാൻ പറയട്ടെ, അവരുടെ പ്രത്യാശ അവർക്ക് ആദരവ് നേടിക്കൊടുക്കത്തില്ല. ഇവിടെ പറഞ്ഞ വാക്യം ശ്രദ്ധിച്ചോ? ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ഒടുക്കത്തെ നാളിൽ രൂപാന്തരപ്പെടാൻ, അങ്ങനല്ല അവിടെ എഴുതിയിരിക്കുന്നേ. നാമും ഒടുവിൽ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടും, നാമും ഒടുവിൽ ശരീരം രൂപാന്തരപ്പെടും. അല്ല, അത് നമ്മുടെ പ്രത്യാശ നടക്കാൻ പോകുന്നു. പക്ഷെ വേണ്ടി ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഡ്യൂട്ടി, ഇനി നമ്മുടെ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുന്നയോ, നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. അതായത് പറന്നുയരുന്ന അവിടെ നിൽക്കട്ടെ, ആദ്യം എന്നിട്ട് പറന്നുയരും. ജീവിച്ചെഴുന്നേറ്റ ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. ആ നടക്കുന്നവർ അവർ പ്രത്യേകിച്ച് ഒരു കാര്യത്തെ കുറിച്ചും ആങ്ഷ്യസ് ആവേണ്ട കാര്യമില്ല. കാരണം ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ ആ വ്യക്തിയെ ചേർപ്പാടാണ് കർത്താവ് വരുന്നത്. അവർക്ക് പ്രത്യേകിച്ച് വരവിനെ കുറിച്ച് ക്ലാസിന്റെ ആവശ്യം ഇല്ല. എപ്പോൾ വരും, എങ്ങനെ വരും, ആരൊക്കെ എടുക്കപ്പെടും, എങ്ങനെ എടുക്കപ്പെടും, ഇതൊന്നും ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ല. കാരണം ആ വ്യക്തി എവിടേക്ക് പ്രവേശിച്ചു? യേശുവിനോട് ചേരുവാൻ സ്ഥാനമേറ്റ എന്റെ ജീവിതത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ നേരെ കർത്താവിന് എടുക്കപ്പെടാൻ പോവല്ല,
ഞാൻ ഇപ്പൊ തന്നെ എഴുന്നേറ്റിങ്ങോട്ട് വരുമ്പോ യേശുവിന് ലഭിച്ച അതേ തേജസ്കരിക്കപ്പെട്ട ശരീരം എനിക്ക് ലഭിക്കുന്നില്ല. എന്റെ ത്വക്ക് അതുപോലെ തന്നെ, എന്റെ മുഖക്കുരു അതുപോലെ തന്നെ ഇരിക്കുന്നു. എന്റെ നിറത്തിന് ഒരു മാറ്റവുമില്ല, എന്റെ സൗന്ദര്യമൊന്നും വർദ്ധിച്ചിട്ടില്ല. യേശുവിന്റെ ശരീരത്തിലൊന്നും ഒരു മാറ്റവും സ്നാനപ്പെട്ട് എഴുന്നേറ്റ് വരുമ്പോൾ എന്റെ ശരീരത്തിനില്ല. പിന്നെ എന്തായി പറഞ്ഞു വരുന്നത് മാറി എന്റെ ശരീരത്തിന്റെ ത്വക്കിനല്ല മാറ്റം, പിന്നെയോ എന്റെ അകത്തെ മനുഷ്യൻ, ആ പഴയ പാപത്തിന്റെ ദാസിയായിരുന്ന എന്റെ ക്രിസ്തുവിനോടുകൂടെ ഞാൻ മരിച്ചുവെന്ന്, ക്രിസ്തു മരിച്ചുവെന്ന് വിശ്വസിക്കുന്ന പോലെ തന്നെ ഞാനും എന്റെ പഴയ പാപപങ്കുലമായ പാപത്തിന്റെ അടിമയായ ജീവിതം അവിടെ മരിച്ചിരിക്കുന്നു. ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയെന്ന് പറഞ്ഞുകൊണ്ട് പുതുജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. എന്റെ ശരീരത്തിനല്ല രൂപാന്തരം സംഭവിക്കുന്നേ, മറിച്ച് എന്റെ സ്വഭാവത്തിന് രൂപാന്തരം സംഭവിക്കും. സ്വഭാവത്തിന് രൂപാന്തരം സംഭവിക്കാത്ത ഒരു വ്യക്തിക്കും ശരീരത്തിന്റെ രൂപാന്തരത്തിനായി പ്രതീക്ഷിക്കാനോ പ്രത്യാശിക്കാനോ അവകാശമില്ല. കാരണം എന്തുവാ? ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേർന്ന് അടക്കപ്പെട്ടത്, നാം മരിച്ചു എന്ന് നമ്മളെ എണ്ണുന്നത് എന്തിനു വേണ്ടിയാ? നമ്മൾ ഇനിയും ഒരു പുതുജീവിതം നയിക്കും. നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അങ്ങനല്ലേ നമ്മുടെ വേർഷൻ, ഞാൻ നമ്മുടെ വേർഷൻ ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് തന്നെ വേറെ ഒന്നും അതിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല. അപ്പൊ ന്യൂ ലൈഫ് എന്ന് പറയുന്നത് സ്വർഗത്തിൽ ജീവിക്കാൻ പോകുന്ന ന്യൂ ലൈഫിനെ കുറിച്ചല്ല പറയുന്നേ. അതുകൊണ്ടാണ് പലരും മെഡിക്കലാകുന്നത്. ഇവിടെ പുതിയ ആകാശം, പുതിയ ഭൂമി, പലർക്കും വെളിപ്പാട് പുസ്തകം കേൾക്കാൻ ഭയങ്കര സന്തോഷം. കാരണം ഈ സ്നാനപ്പെട്ട് മരിച്ചടക്കപ്പെട്ട ആ ജീവിതം എന്തിനു വേണ്ടിയാണ്? പാപത്തിന്റെ ശക്തി തകർക്കപ്പെട്ടെന്നും അടിമത്വത്തിൽ നിന്ന് ദൈവത്തിന് ദാസനായി തീർന്നു എന്നുള്ള ആ തന്നിങ്ങളെ തന്നെ എണ്ണുന്ന ആ അനുഭവത്തിലേക്ക്, വിശ്വാസത്തിലേക്ക്, ആത്മീക പരിച്ഛേദനയുടെ ആ അന്തർലീനമായിരിക്കുന്ന അർത്ഥത്തിലേക്ക് ജീവിതം വിട്ടുകൊടുക്കത്തില്ല. അർത്ഥാൽ സ്വന്തം ശരീരത്തെ, അതിന്റെ അവയവങ്ങളെ വിട്ടുകൊടുക്കത്തില്ല. എന്നിട്ട് തങ്ങളുടെ അവയവങ്ങളെ വീണ്ടും പാപത്തിന് വേണ്ടി സമർപ്പിച്ചിട്ട് തങ്ങൾ എന്തിനു വേണ്ടി കാത്തിരിക്കുക? ശരീരത്തിന് രൂപാന്തരത്തിന് വേണ്ടി കാത്തിരിക്കുക. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ദൈവത്തെ കബളിപ്പിക്കാവുന്ന, നമ്മൾ വിചാരിക്കുന്ന ഒന്നും രണ്ടും ഒന്നും പഠിക്കാതെ 10ലോട്ട് ചാടി കയറാവുന്ന അങ്ങനെ ഒരു അനുഭവത്തിൽ ഇന്ന് ഈ ആത്മീയ തലമുറ അധപ്പതിച്ചത് കൊണ്ടാണ് പലരുടെയും പ്രത്യാശ പലർക്കും പുച്ഛമായി മാറുന്നു. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടും എന്നുള്ള പ്രത്യാശയും ശരീരം രൂപാന്തരപ്പെടുന്നുള്ള പ്രത്യാശയും മരിച്ചാൽ ക്രിസ്തുവിടെ ആയിരിക്കും എന്നുള്ള പ്രത്യാശയും അതിശ്രേഷ്ഠമാണ്. അതിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല. പക്ഷെ അത് ആണെങ്കിൽ ഇത് ലൈഫാ. ഈ വർത്തമാന കാലത്തിൽ അത് നമ്മുടെ ഫ്യൂച്ചർ ആണെങ്കിൽ ഈ ന്യൂ ലൈഫ് നമ്മുടെ പ്രസന്റാ. നമുക്കറിയാമല്ലോ, നമ്മുടെ പ്രസന്റ് ഇല്ലാതെ നമുക്ക് എന്ത് ഫ്യൂച്ചറാ ഉള്ളത്? അല്ലെ പിന്നെ നമ്മൾ ആരെ പോലെ ആയിരിക്കണം? ക്രൂശിലെ കള്ളനെ പോലെ ആയിരിക്കണം. തിരിച്ചിറങ്ങി വരാൻ ഒരു ചാൻസും ഇല്ല. വിശ്വസിച്ചു, യേശു പറഞ്ഞു നീ എന്നോടെ. പക്ഷെ നമ്മളാരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് അങ്ങനെയല്ല. നമുക്കെല്ലാം വീണ്ടും ദിനങ്ങൾ ഈ ഭൂമിയിൽ ദൈവം തരുന്നു. അപ്പൊ റോമലേഖനം പറയുന്നു, നമ്മളെ ഉയർപ്പിച്ചു. അപ്പൊ ഒരു ഉയർപ്പു നിങ്ങൾ കൊലോസ്യത്തിൽ പറയുന്നു 6:12 വിശ്വാസത്താൽ അവരുടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾക്ക് ഉയർത്തെഴുന്നേൽപ്പ് നടക്കാൻ പോകുന്നതല്ല ഉള്ളൂ. നമ്മുടെ ശരീരത്തിന്റെ ഉദ്ധാരണം നടക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ പറയുന്നു നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ എന്താ ഇത് വ്യത്യാസം? വരുവാൻ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന ഒരു പുനരുത്ഥാന ഉയർത്തെഴുന്നേൽപ്പ്, പ്രസന്റിൽ സംഭവിച്ചിരിക്കുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പ്. ആ ഉയർത്തെഴുന്നേൽപ്പ് ശരീരത്തിന്റെ രൂപാന്തരമാണെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് പുതുമനുഷ്യന്റെ ജനനത്തിന്റെ സ്വഭാവമാറ്റം, വളർച്ചയും
ദൈവത്തിന് വേണ്ടിയുള്ള ജീവിതവുമാണ്. ഇതിന് തയ്യാറാകാതെ, അപ്പൊ അതാണ് റോമലേഖനത്തിൽ പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ഞാൻ അത് വായിച്ചു, വീണ്ടും പറയുന്നു, we also may live new lives. ഞാൻ പുതിയ ജീവൻ നയിക്കണം. 6:4 വായിച്ചത്. ഞാൻ ഈ ഭാഗങ്ങളൊക്കെ എനിക്കറിയാം അത്ര ഈസിയായി ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന അറിഞ്ഞിട്ട് ഞാൻ അതിൽ തന്നെ പിടിച്ചു നിൽക്കുമ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനത് വായിക്കുന്നതും ഈ ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് അടുത്ത 13 എനിക്ക് നീങ്ങാൻ അറിയാൻ വേണ്ടല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ മെസ്സേജുകളും പലപ്പോഴും വളരെയധികം റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്കിത് ഗ്രഹിക്കാൻ പറ്റൂ. എല്ലാം അറിയാവുന്ന ഒരു ഭാവത്തോടെ അല്ല നമ്മൾ ആരും ഇരിക്കുന്നത്. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ തന്നെ തന്നെ. ഇതിന് എക്സ്ക്യൂസ് ആരെങ്കിലും പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരുടെ പ്രത്യാശയ്ക്ക് ദൈവം ഒരു വില കൊടുക്കത്തില്ല. ഈ ഭൂമിയിൽ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റെന്ന് പറഞ്ഞാൽ അതിന്റെ ആഴം ഭയങ്കര. അത് ദൈവസഭയിൽ ആണ്ടുകളായി കഴിഞ്ഞ 10 വർഷമായി ടൗൺ ചർച്ചിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയമാണ്. ഈ 10ാം വർഷത്തിന്റെ പൂർത്തീകരണത്തിന് ചില ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രസംഗിക്കുന്നുള്ളതിൽ എനിക്ക് ഒരു മടുപ്പുമില്ല. ഞാനത് ആവർത്തിച്ചു പറയട്ടെ. അങ്ങനെ പലപ്പോഴും ദൈവമക്കളിൽ ബോധ്യമില്ലാത്തത് കൊണ്ട് അവർ വെളിവായി പറയുന്നുണ്ട് പ്രത്യാശയെ കുറിച്ച്. പക്ഷേ ആ ദൈവത്തിന്റെ പ്രതീക്ഷ എവിടെ? ദൈവമക്കളെ, നമ്മുടെ പ്രത്യാശ നമ്മൾ ഉയർത്തുന്നുണ്ട്. പക്ഷെ ചോദ്യം, പ്രത്യാശിക്കുന്ന ദൈവമൈതലെ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷ എവിടെ? ദൈവത്തിന്റെ പ്രതീക്ഷ ദൈവത്തിൽ പ്രത്യാശ ഇല്ല. അത് കപടഭക്തിയാണ്, അത് വ്യാജമാണ്. ഇന്ന് ദൈവം പറയുന്നത് അനുസരിക്കാൻ മനസ്സില്ലാത്തവര് ദൈവം ഒരുക്കുന്ന അതെ മകൾ ദിനത്തിൽ പങ്കെടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നതിന് എന്ത് അവകാശമുള്ളത്? ഇന്ന് ദൈവത്തിന് നോ അല്ലാത്തവന്, ഇന്ന് കർത്താവ് അല്ലാത്തവന്, ഇന്ന് സ്വന്തം അവയവങ്ങളെ പാപത്തിന് സമർപ്പിക്കാതെ ദൈവത്തിന് സമർപ്പിക്കാൻ പറയുമ്പോൾ അതിന് മനസ്സിലാക്കുവാന് നാളെ ദൈവം ഒരുക്കുന്ന രാജ്യത്ത് എന്ത് പങ്കാ ദൈവം കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ഈ ന്യൂ ലൈഫിന് ഇത്രയും പ്രാധാന്യം കൊടുത്തത്. ഇങ്ങനെ പറയാം, നമ്മുടെ പ്രത്യാശ ആര് നിറവേറ്റിട്ട്? ദൈവം. എന്താ നമ്മുടെ പ്രത്യാശ? ഏത് സമയത്തും കാഹളം ധരിക്കും, ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം കേൾക്കും, ആ ഗംഭീരധ്വനി മുഴങ്ങും. അക്ഷയനായി നമ്മൾ തൊട്ടി നേരം കൊണ്ട് മരിച്ച ക്രിസ്തുവിൽ മരിച്ചവർ അതേ ആദ്യം ഉയർത്തെഴുന്നേൽക്കി, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം തൊട്ടി നേരം കൊണ്ട് രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽക്കാൻ എടുക്കപ്പെടും, മേഖലകളിൽ എടുക്കപ്പെടും എന്നുള്ള പ്രത്യാശ നിറവേറ്റാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. എന്നാൽ ആ ക്രിസ്തുവിന് നമ്മളെ കുറിച്ചുള്ള പ്രതീക്ഷ, എക്സ്പെക്ടേഷൻ ആര് നിറവേറ്റണം? ക്രിസ്തു നിറവേറ്റണം, നമ്മൾ നിറവേറ്റണം. അങ്ങനെ ദൈവത്തിന് താൻ പാപത്തിൽ നിന്ന് രക്ഷിച്ച, കൈകൊണ്ടല്ലാത്ത താൻ സ്പിരിച്വൽ സർക്കംസിഷൻ കൊടുത്ത ക്രിസ്തുവോട് ചേർന്ന ഒരു വ്യക്തിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷ, എക്സ്പെക്ടേഷൻ നിറവേറ്റുന്ന ആ ജീവിതത്തിന് പറയുന്ന പേരാണ് ന്യൂ ലൈഫ്. അതാണ് പുതുജീവൻ. നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ കാര്യവും കിടക്കുന്നത്. അപ്പൊ അതാണ് ഇതിന് കണക്ട് ചെയ്യുന്ന, സിംബോളൈസ് ചെയ്യുന്ന ദൈവിക കൽപ്പനയാണ് ബാപ്റ്റിസം. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിൽ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു.
അറിയുന്നുണ്ടോ? We are no longer slaves to sin. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് പാപത്തിന്റെ sin's power is broken എന്ന് പറഞ്ഞാൽ എന്താണ് സ്പിരിച്വൽ സർക്കംസിഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്? We are no longer slaves to sin. നമ്മൾ ഇനി പാപത്തിന്റെ ദാസര്. പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. എന്നിട്ട് 7-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അങ്ങനെ മരിച്ചവൻ എങ്ങനെ? ഓടിച്ചാടി വെള്ളത്തിലിറങ്ങി. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഇനി എല്ലാ അനുഗ്രഹങ്ങളും എന്റേത്. ഇനി ഞാൻ എന്നുവെച്ചാൽ നമുക്ക് ഭയങ്കര പ്രതീക്ഷ പിന്നെ ദൈവത്തെ കുറിച്ച്. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രതീക്ഷയൊക്കെ അങ്ങ് ആകാശത്തോളം ഉയർന്നു കഴിയും അല്ലേ? പക്ഷെ തിരിച്ചാ നമുക്കല്ല ദൈവത്തെ കുറിച്ച് പ്രതീക്ഷ വേണ്ടേ? സ്നാനപ്പെടുന്ന ഓരോ ദൈവത്തിനെ കുറിച്ചും ദൈവത്തിന് ആകാശത്തോളം പ്രതീക്ഷ. നമ്മളെല്ലാം തിരിച്ചാ ചിന്തിച്ചു വെച്ചേക്കുന്നേ. ഞാൻ ദൈവത്തിന് അനുസരിച്ചു. എന്തിനു വേണ്ടിയാ? ഇനിയും കർത്താവിന് എന്റെ ഒരു കണ്ണുനീരിനെ മറികടക്കാൻ പറ്റത്തില്ല. ഞാൻ ഇനി എന്റെ തല ഇനി ഒരിടത്തും പിടിയത്തില്ല. ഞാൻ ഇനി ഒരിടത്തും ലജ്ജിക്കപ്പെടത്തില്ല. ഇനി ഞാൻ മഹാസംഭവമായിരിക്കും. കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ ദൈവനാമം ദൂഷിക്കപ്പെടും. എനിക്ക് എന്തെങ്കിലും ലഭിച്ചില്ലെങ്കിൽ എന്റെ ദൈവം ആൾക്കാർ ചോദിച്ച സ്വർഗം എല്ലാം കൂടെ ആകെ ഇളകി മറിയും. അവൻ എന്നെ ഓർക്കുക എന്നുള്ളതാണ് ഈ ദൈവത്തിന്റെ ചുമതല. വാസ്തവത്തിൽ അല്ല, നീ നിന്നെ തന്നെ ദൈവത്തിന്റെ ദാസനായി എണ്ണി ദൈവത്തിന് ജീവിക്കാന്നുള്ള ചുമതല. ദൈവം അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ പിശാചിന്റെ തന്ത്രം കേൾക്കണോ? നേരെ തിരിച്ചു ചിന്തിപ്പിച്ചു. എന്നാൽ ഒരു കാലത്തെ ഭക്തന്മാർ അങ്ങനെ അല്ലായിരുന്നു. അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം വെച്ച് കഴിഞ്ഞാൽ പിന്നെ തങ്ങൾ ഇനി തങ്ങൾക്കുള്ളവരല്ല, ദൈവത്തിനുള്ളവരാ. ഇനി തങ്ങളുടെ അവയവങ്ങളെ അനീതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റത്തില്ല, നീതിക്ക് വേണ്ടി. അവർക്ക് വന്ന രൂപാന്തരം എന്ന പ്രൊഫൗണ്ട് സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ, ആഴമായ ആത്മീക രൂപാന്തരം, പരിച്ഛേദന, പാപപ്രകൃതിയെ നീക്കം ചെയ്യുന്ന, പാപത്തിന്റെ ശക്തിയെ തകർക്കുന്ന. പാപത്തിന്റെ ശക്തി തകർക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവത്തിന്റെ ദാസത്വത്തിലേക്ക്, ദൈവത്തിന്റെ അധികാരത്തിലേക്ക്, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അവരുടെ എല്ലാം മനസ്സിൽ എന്തായിരുന്നു അറിയോ ചിന്ത? എങ്ങനെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, എങ്ങനെ എന്റെ ലൈഫിനെ കർത്താവിന് വേണ്ടി കുറച്ചുകൂടെ പ്രയോജനപ്പെടുത്തണം, എങ്ങനെ എനിക്ക് അവരുടെ സാക്ഷിയാവാൻ കഴിയും, എങ്ങനെ എനിക്ക് എന്റെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി നിയന്ത്രിക്കാൻ കഴിയും, എങ്ങനെ എനിക്ക് എന്റെ നാവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, എങ്ങനെ ഞാൻ മിണ്ടാതിരുന്ന ദൈവനാമം മഹത്വപ്പെടും, എങ്ങനെ മിണ്ടിയാൽ ദൈവനാമം മഹത്വപ്പെടും, എവിടെ പോയാൽ ദൈവനാമം മഹത്വപ്പെടും, എവിടെ പോകാതെ ദൈവനാമം മഹത്വപ്പെടും. അവരെപ്പോഴും, കാരണം അവർക്ക് മനസ്സിലായി ഇനി ദൈവത്തിന് ഞങ്ങളെ കുറിച്ച് ഭയങ്കര പ്രതീക്ഷയാണ്. ഈ പ്രതീക്ഷയെ നിറവേറ്റുന്ന ജീവിതത്തിന് പറയുന്ന പേരാണ് ജീവന്റെ പുതുക്കത്തിൽ നടക്കുക, ന്യൂ ലൈഫ് നയിക്കുക. ഏഴാം വാക്യം, അങ്ങനെ മരിച്ചവൻ. എങ്ങനെ മരിച്ചവൻ? നാം ഇനിയും പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടുവെന്ന് അറിഞ്ഞു മരിച്ചവൻ. പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോട് മരിച്ചുവെങ്കിൽ അവനോട് ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ പിന്നിൽ കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട്. അത് ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്, അങ്ങനെ ട്രാൻസ്ലേഷൻ പിന്നെ പറയാം. അവൻ ജീവിക്കുന്നു, ദൈവത്തിന് ജീവിക്കുന്നു. എന്നിട്ട് കേൾക്കാണേ 11-ാം വാക്യം. എന്താണ് ന്യൂ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി? 11, അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ. ഇവിടെ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്നില്ല. ഇവിടെ പുതിയ ആകാശം പറയുന്നത്, പുതിയ ആകാശം ഭൂമിക്ക് അവിടെ നിൽക്കണം. ആദ്യം പുതിയ ജീവൻ നയിക്കാൻ കഴിയും. എന്നിട്ടാണ് പുതിയ ആകാശം പുതിയ ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കാൻ. പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് റോമലേഖനത്തിൽ മനസ്സില്ല. പുതിയ ആകാശം പുതിയ ഭൂമിക്ക് പ്രാധാന്യമില്ല.
പുതിയ ജീവിതം നയിക്കുന്നവന് എന്റെ കർത്താവിന്റെ മകളായി ജനിച്ച് ജീവിക്കാൻ ഞാൻ മനുഷ്യരില്ല, പിന്നെ അവന്റെ സമ്പത്ത് എനിക്ക് കിട്ടും എന്നുള്ള സംശയം വേണോ? അവന്റെ ഷെയർ, അവന്റെ ഗ്ലോറിയിൽ ഞാൻ പങ്കാളിയാവുമെന്ന് എന്റെ ഉറപ്പെന്നെ ചോദിച്ചാൽ പുതിയ ആകാശത്തിൽ തീസിസ് എഴുതപ്പെടല്ല, പിന്നോ പുതിയ ജീവൻ നയിക്കുന്നതിന്റെ ഉറപ്പുള്ളവനാണ്. കുഞ്ഞുങ്ങൾ ജനിച്ച് വളർന്ന് ആ മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്ക് ആ മക്കൾ വളർന്നു വരുമ്പോൾ അവർക്ക് നന്നായിട്ട് അറിയാം ഇവരുടെ എല്ലാ നന്മകൾക്കും ആര് പങ്കാളികളാണ്. ഈ കുഞ്ഞുങ്ങൾ എല്ലാ ദിവസവും അവരൊന്നും ബാങ്ക് ബാലൻസ് ചോദിക്കേണ്ട കാര്യമില്ല. എന്തൊക്കെ സ്വത്തുണ്ട് ഏതൊക്കെ ഓട്ടോമാറ്റിക്കലി സാറിലേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പം വസ്തുക്കളുടെ കണക്കെടുക്കാൻ പോകുന്നതാണോ നല്ല മകന്റെ ലക്ഷണം? അപ്പനെ അമ്മയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ജീവിക്കുന്നതാണോ? ഇന്ന് പലരും വസ്തുക്കളുടെ കണക്കെടുക്കുക. സ്വർണ്ണത്തെരുവിധി എങ്ങനായിരിക്കും, രത്നം എങ്ങനായിരിക്കും പതിപ്പിച്ചിരിക്കുന്നത്, പുതിയ ആകാശം, പുതിയ ഇതൊക്കെ അറിയുന്ന നല്ലതാ. അറിവ് കൊണ്ട് ആർക്കും ഒരു ഗുണം ഉണ്ടാകത്തില്ല. പുതുജീവിതം കൊണ്ട് മാത്രമേ ഇതിന് അവകാശം ഉണ്ടാകൂ. അങ്ങനെ ഒരു വഞ്ചന ഒരു കാലഘട്ടം തൊട്ട് സഭയെ കടന്നു പിടിച്ചു. അതൊരു ദുരുപദേശം. ഏതാ? പുതിയ ആകാശ പുതിയൊന്നും പ്രസംഗിക്കുന്നതല്ല, ജനത്തെ പുതുജീവിതം നയിക്കാൻ പഠിപ്പിക്കാറ് അവരെ അറിവ് കൊണ്ട് നിറച്ച് പഫ്തപ്പാക്കി, അവരെ ചീർപ്പിച്ചു കളഞ്ഞു. അവരുടെ ഉള്ളിൽ ഒരു വ്യാജ സംതൃപ്തി കൊടുത്തു. ഞങ്ങൾക്ക് പുതിയ ആകാശത്തെ, പുതിയ ഭൂമിയെ, കിരീടങ്ങളെയും അതെ പ്രതിഫലം കുറിച്ച് അറിയാവുന്നത് കിട്ടുമെന്ന്. അറിയാത്തവർ കിട്ടത്തില്ല ഒരു ചിന്തയെ വേണ്ട. എത്ര പ്രതിഫലം, എത്ര കിരീടമെന്ന് അറിയാത്തവർ ആരും ഭയപ്പെടേണ്ട. Are you ready to live a new life for Christ? Don't worry about your reward. It is already engaged and reserved for you. അത് ഓൾറെഡി നിങ്ങൾ റിസർവ് ചെയ്തിരിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, പുതിയ ആകാശം പുതിയ ഭൂമിയെ കുറിച്ച് തീർച്ചയായും എഴുതിയവന് ഞാൻ മന്ന കൊടുക്കും. അതെ, വെളിപ്പാട് പുസ്തകം ഇത്ര വട്ടം വായിച്ചവന് ഞാൻ അതെ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കൊടുക്കും. പിന്നെ അതെ ബൈബിള് ഇത്ര വട്ടം അല്ല, അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ജയിക്കുന്നവന്, the one who overcomes. എന്താ ജയിക്കുന്നതിന്റെ പ്രത്യേകത? ക്രിസ്തു കാൽവറിയിൽ ജയിച്ച പോലെ ക്രിസ്തു കാൽവറിയിൽ കൊടുത്ത ജയത്തിൽ ജീവിച്ച പാപത്തെ ജയിക്കുന്നവന് ഞാൻ ഈ പറയുന്ന എല്ലാ പ്രതിഫലവും. അവൻ ജീവിക്കാൻ അറിയത്തില്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് പ്രതിഫലത്തെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. ന്യൂ ലൈഫിന് തയ്യാറല്ലെങ്കിൽ ന്യൂ ഹെവൻ ആൻഡ് എർത്തിനെ കുറിച്ച് ചിന്തിക്കുക പോലും നടക്കത്തില്ല. കളിപ്പിക്കാൻ ദൈവം മനുഷ്യനല്ലല്ലോ. ഒപ്പിക്കൽ പരിപാടി നടക്കത്തില്ല. അപ്പൊ സ്നാനത്തെ കുറിച്ച് പറയാം. സ്നാനപ്പറ്റി വരുന്ന പറഞ്ഞ ഗംഭീരധ്വനി മുഴങ്ങും, കാളം മുഴങ്ങും പറഞ്ഞാൽ നേരെ ഇനി അങ്ങോട്ട് നോക്കിയിരുന്നോ, വേറെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലെന്നല്ല പറയുന്നേ. പിന്നെന്താ പറയുന്നേ? 11-ാം വാക്യം, അവൻ ജീവിക്കുന്നു, ദൈവത്തിന് ജീവിക്കുന്നു. ക്രിസ്തുവിനെ കുറിച്ചാണ്. ആ വണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരായെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ആകയാൽ എന്താണ് ന്യൂ ലൈഫ്? എന്താണ്? ആകയാൽ നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും ആരുത്. എന്താണ്? സിൻ ഈസ് ബ്രോക്കൺ. പവർ ഓഫ് ദ സിൻ ഈസ് ബ്രോക്കൺ. പാപത്തിന്റെ ശക്തി ഇതാ യേശു തകർത്തു എന്ന് പറയുമ്പോൾ അത് ആരിലേക്കാ അത് ഫലമായി വരുന്നത്? ആരിലേക്ക് ഇത് പ്രായോഗികമായി വരുന്നത്? നമ്മളിൽ നിന്നും നീങ്ങിപ്പോയി പാപത്തിന്റെ ആധിപത്യത്തിന്റെ അടിമത്തത്തിന്റെ ഭയം. നാം സേവിക്കുന്ന യജമാനൻ മാറി, ക്രിസ്തു നമ്മുടെ കർത്താവ് യജമാന്യമായി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അറിയാവോ? നമ്മളെ സമർപ്പിക്കണം. അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ടാണ് ബാപ്റ്റിസത്തിലെ ആ സ്പിരിച്വൽ സർക്കംസിഷനിൽ നമ്മളെ എണ്ണേണ്ട രീതി. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ എങ്ങനെ എണ്ണണം? നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി. ഇതിനാണ് ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നത്. പക്ഷെ എനിക്കറിയില്ല, മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളു. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. സബ്മിറ്റ് ടു ഗോഡ്. ദൈവത്തിന് സമർപ്പിക്കാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ ദൈവത്തിന്
പ്രതീക്ഷ നിറവേറ്റുന്ന രീതിയിൽ ഉപയോഗിക്കാൻ സമർപ്പിക്കുന്നതാണ് യഥാർത്ഥ സമർപ്പണം. അല്ലാത്ത ഒരു സമർപ്പണം കൊണ്ടും ദൈവത്തിനൊരു ഗുണവും ഉണ്ടാകത്തില്ല. ഒരു ആരാധനാലയത്തിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കും, പാട്ടിന്റെ സ്വരത്തിന്റെ ആ ഹാർമോണിയസ്, അതെ, ആ മ്യൂസിക് സന്തോഷിക്കാൻ പറ്റും. നമ്മൾ സമർപ്പിച്ച ഒരു വ്യാജ സംതൃപ്തി നമുക്ക് ഉണ്ടാകും. സമർപ്പണത്തിന്റെ ഒരു 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 ഒഴുക്കവിടെ ഉണ്ടാകും. അതൊക്കെ സംഭവിച്ചെന്നിരിക്കും. പക്ഷെ സമർപ്പണത്തിന്റെ കാതൽ, യഥാർത്ഥ അർത്ഥം നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കാൻ വിട്ടുകൊടുക്കാൻ ഞാൻ ഇനി മുതൽ തയ്യാറാണ്. കാരണം ഞാൻ മരിച്ചിട്ടിപ്പം ജീവിക്കുന്നു. എപ്പൊ മരിച്ചു? ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. എപ്പോ ഉയർത്തെഴുന്നേറ്റു? വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ പോലെ ഞാൻ ഉയർത്തെഴുന്നേറ്റു. എന്തിനു വേണ്ടി ഉയർത്തെഴുന്നേറ്റേ? കാഹളധ്വനിക്ക് വേണ്ടിയോ? പുതിയ ആകാശം, പുതിയ ഭൂമി, അതൊക്കെ പ്രത്യാശയാ, അത് സംഭവിക്കും. അതിനു വേണ്ടിയാണ് നമ്മളെ വീട് ജനിപ്പിച്ചത്. പക്ഷെ സ്നാനത്തിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്തിനാ ചോദിച്ചാൽ, പുതുജീവിതത്തിൽ നിന്ന് പുതിയ ആകാശവും പുതിയ ഭൂമിയും കർത്താവിന്റെ വരവിലേക്കും നമ്മൾ എടുക്കപ്പെടുന്നതിന് മുമ്പ് ലോകത്തിന്റെ നടുവിൽ ക്രിസ്തുവിന്റെ സ്റ്റാൻഡേർഡിൽ ദൈവസഭയ്ക്ക് ഒരു പുതുജീവിതം ദൈവം വാഗ്ദാനം ചെയ്ത് പ്രതീക്ഷിച്ച് കൽപ്പിച്ചാക്കിയിരിക്കുക. നിങ്ങൾ എന്ന് പറയണം 14-ാം വാക്യം. ഇത് കൊലോസ്യരുമായിട്ട് ഭയങ്കര ബന്ധമുള്ള ഒരു വാക്യമാണ്. അടുത്ത ദിവസം ചിന്തിക്കുമ്പോൾ അത് വേണ്ടിവരും. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുക ഇല്ലല്ലോ. അതാണ് പവർ ഓഫ് ദ സിൻ ഈസ് ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ. ഇനിയും നമ്മളിൽ രണ്ട് കർത്തൃത്വം കൂടെ നടത്താൻ പറ്റത്തില്ല. പാപത്തിന്റെ അടിമകളായിരുന്നു. ഞാൻ മരിച്ചു. ഞാൻ പാപത്തിന് അടിമയല്ല, ഞാൻ ജീവിച്ചു. ആർക്ക് വേണ്ടി? ക്രിസ്തുവിന് വേണ്ടി. എന്റെ യജമാനൻ മാറി. ഞാൻ ന്യായപ്രമാണത്തിന്റെ അടിമയല്ല, പാപത്തിന്റെ അടിമയല്ല. എന്താ തെളിവ്? ഞാൻ ക്രിസ്തുവിന്റെ മരണത്തോടെ ഏകീഭവിപ്പാൻ ഞാൻ എന്നെ തന്നെ ആ മരണത്തിന് വിധേയപ്പെടുത്തി ഒരു പുതുജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇനിയും ആ പഴയ മനുഷ്യന്റെ ജീവിതം നയിക്കാൻ ഞാൻ തയ്യാറല്ല. ഇത് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. എന്താ പറയുന്നത്? We also may live new lives. Our old sinful selves were crucified with Christ so that sin might lose its power in our life. പാപത്തിന്റെ ശക്തി നമ്മളിൽ നിന്ന് വിട്ടുമാറേണ്ടതിന് എന്ത് സംഭവിക്കുക? നമ്മൾ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ ഏകീഭവിച്ചുകൊണ്ട് നമ്മളെ ബാപ്റ്റിസത്തിൽ അവനോടുകൂടെ അടക്കപ്പെടുന്നു. ഇത് വാസ്തവത്തിൽ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, പുതുജീവിതത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുവാൻ, നാം നമ്മളെ തന്നെ ആ ആത്മിക പരിച്ഛേദനയ്ക്ക് വിധേയപ്പെട്ടു എന്ന് എണ്ണുവാൻ വേണ്ടി, മരണത്തിൽ നിന്ന് മരിച്ച ഒരു പുതു മനുഷ്യനായി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ഇതാണ് കൊലോസ്യ ലേഖനത്തിൽ പറയുന്ന 11-12 വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ദൈവിക ദൂതൻ എന്ന് ചോദിച്ചാൽ, ഞാൻ ഒന്നും കൂടെ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നു. It highlights the profound spiritual change that takes place in believers through their union with Christ. ക്രിസ്തുവിനോട് ഒരു വ്യക്തി ചേരുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ആഴമായ ആത്മീക രൂപാന്തരമാണ് ഈ വരികളിൽ അർത്ഥമാക്കുന്നത്. അത് എന്തിനെ? സ്നാനത്തിലൂടെ അത് സ്നാനം അതിനൊരു സാദൃശ്യമായി സംഭവിക്കുന്നു. എന്നിട്ട് അത് എങ്ങനെ സംഭവിക്കുന്നത്? മാനുഷിക പ്രവൃത്തിയാലല്ല, ദൈവത്തിന്റെ കൃപയുടെ ശക്തി. ഇതാണ് സ്പിരിച്വൽ സർക്കംസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിച്ചെന്ന് ചോദിച്ചാൽ, നമുക്കൊരു മാറ്റം ഏത് മേഖലയിൽ ആവശ്യമെന്ന് ചോദിച്ചാൽ, കൺസിഡർ അവർസെൽസ് ടു ബി ഡെഡ് ടു ദ പവർ ഓഫ് സിൻ. പാപസംബന്ധമായി മരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിച്ചിരിക്കുന്നു. ഇനിയും എന്റെ യജമാനൻ പാപവുമല്ല, എന്റെ യജമാനൻ ന്യായപ്രമാണവുമല്ല. അപ്പൊ അല്ലെന്ന് പറയാൻ കഴിയുന്നത്, ഞാൻ മരിച്ചതേ, ഞാൻ മരിച്ചു, ഞാൻ ക്രിസ്തുവിനോട് മരിച്ചു, അപ്പൊ ഞാൻ ഉയർത്തെഴുന്നേറ്റു. ഇനി ആ പഴയ മനുഷ്യന്റെ യാതൊന്നും എന്നിലില്ല. കാരണം എന്റെ യജമാനൻ മാറി, എന്റെ ലോഡ്ഷിപ്പ് മാറി, യേശുവാണ് എന്റെ കർത്താവ്. അതുകൊണ്ട് ഇനിയും പാപ സംബന്ധമായി ഞാൻ മരിച്ചെന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശക്തിക്ക് ഇനി എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം എന്റെ ശരീരത്തിൽ എങ്ങനെയാണ് നമ്മളത് ലോകത്തിൽ പ്രൂവ് ചെയ്തത്?
We are dead to the sin, power of sin എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്ത് എങ്ങനെ ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ ദൈവത്തിന് വേണ്ടി നീതിയുടെ ആയുധങ്ങളായി ഉപയോഗിക്കുമ്പോഴാണ് അത് പ്രൂവൺ ആകുന്നത്. നമ്മുടെ യജമാനൻ പാപവുമല്ല ന്യായപ്രമാണവും. പണ്ടിതേ അവയവങ്ങളെ ഒരു മടിയില്ലായിരുന്നു കള്ളം പറയാൻ, വളരെ കൂളായിട്ട് കള്ളം പറയാം. ഇപ്പോഴും അങ്ങനെ തന്നെയാണെങ്കിൽ എന്ത് വേണം? മാറ്റം അനിവാര്യമാണ്. ഇപ്പോഴും ഒരു മടിയില്ലേ കള്ളം പറയാനും? ഒരു കുറ്റബോധം തോന്നില്ലേ വ്യാജം പറഞ്ഞിട്ട്, ദോഷം പ്രവർത്തിച്ചിട്ട്? ഇപ്പോഴും അവയവങ്ങളെടുത്ത് അനീതിക്ക് വേണ്ടി ഉപയോഗിക്കും. That means മരിച്ചിട്ടില്ല. That means you are not leading a new life. നാം ഒരു പുതിയ ജീവിതം അല്ല നയിക്കുന്നേ. നമ്മൾ പുതിയ ആകാശത്തെ കുറിച്ച് അറിവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് വരുമെന്നുള്ള അറിവ് മാത്രമേ ഉള്ളൂ നമുക്ക്. ആ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ ഒരു പ്രതീക്ഷയ്ക്കും നമ്മുടെ ജീവിതത്തിൽ അതിന്റെ അർത്ഥം നമ്മൾ ദൈവത്തോട് പറയുക. I don't care. Don't expect me to live a new life. എന്നെ പ്രതീക്ഷിക്കേണ്ട ദൈവമേ, എന്നെ കൊണ്ട് നടക്കത്തില്ല, പിന്നെ ഞാൻ പ്രത്യാശിച്ചോളാം. എന്തുവാ? വരുമ്പോ ഞാൻ രക്ഷിക്കപ്പെടും. എന്റെ ശരീരം സ്വഭാവത്തിൽ ഇതുവരെ ഒരു രൂപാന്തരം വരാത്ത നീ എങ്ങനെ കർത്താവിന്റെ വരെ നിന്റെ ശരീരം രൂപാന്തരപ്പെടും? ഇതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങൾ പാപം ചെയ്യുന്നുവെങ്കിൽ വീണ്ടും രക്ഷിക്കപ്പെട്ട നിങ്ങൾ, അതെ, നിങ്ങളുടെ പാപപ്രകൃതിയെ ഇനി സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ, ഇനി നിങ്ങൾ പാപത്തിൽ ജീവിക്കുന്നതിൽ നിങ്ങൾ മരിക്കും. കൊലോസ് ലേഖനത്തിലേക്ക് നമ്മൾ മടങ്ങി വരുന്ന സമയം അവസാനിച്ചു. കൊലോസ് ലേഖനത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ നിങ്ങളെ കുറച്ചുകൂടെ വ്യക്തമാക്കാൻ ഞാനിത് പറഞ്ഞ, ഇത് തന്റെ ലേഖനങ്ങളിലൊക്കെ ആവർത്തിക്കുക. 2 കൊരിന്ത്യർ എല്ലാവർക്കും കാണാതറിയാവുന്ന ഒരു വാക്യമാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് നമ്മളെല്ലാം 2 കൊരിന്ത്യർ 5:17 എല്ലാവർക്കും അറിയാം. രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ്. അതായത് എന്തോ, പഴയതെല്ലാം കഴിഞ്ഞു പോയി സകലതും. 2 കൊരിന്ത്യർ 5:17 എന്താണ് എഴുതിയിരിക്കുന്നത്? 2 കൊരിന്ത്യർ 5:17 പറയുന്നതാണ്. എന്തെന്നറിയോ? മലയാളത്തിലൂടെ വായിക്കാം, ഞാൻ ഇംഗ്ലീഷ് ഒന്ന് പറയാം. This means that anyone who belongs to Christ has become a new person. The old life is gone, a new life has begun. മലയാളത്തിൽ എങ്ങനെ? എല്ലാം കഴിഞ്ഞുപോയി. ഒരുവൻ ക്രിസ്തുവിലായാൽ പഴയതെല്ലാം കഴിഞ്ഞുപോയി, സകലതും എന്താ കഴിഞ്ഞുപോയി? പഴയത് കാണാൻ പഠിച്ചു വെച്ചിട്ട് അതിന്റെ ഒരു ഡൈനാമിക് പവർ നമ്മളിൽ വരുന്നില്ലെങ്കിൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം ചോദ്യം. ഇന്ന് രാത്രി ഇത് ചിന്തിച്ച് നമ്മൾ അവസാനിപ്പിച്ചേക്കാം. എന്തൊക്കെ കഴിഞ്ഞുപോയി? എന്തൊക്കെ പഴയത് കഴിഞ്ഞുപോയി? This means that anyone who belongs to Christ has become a new person. ഭാവിയല്ല, ഫ്യൂച്ചറല്ല, he will അല്ല, he is going to become അല്ല, പ്രസന്റ് നമ്മുടെ വർത്തമാന കാലത്തിൽ നമ്മൾ ന്യൂ പേഴ്സൺ ആകുമെന്നല്ല, പുതുതായി ഒരു വ്യക്തിയായി തീർന്നിരിക്കുന്നു. The old life is gone. ഇന്ന് രാത്രി ഈ വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളോട് നാം തന്നെ ഉള്ളത്തോട് ചോദിച്ചാട്ടെ, ഓൾഡ് ലൈഫ് പോയിട്ടുണ്ടോ? The old life is gone. നമ്മളപ്പോ ചിന്തിക്കുന്നത് അറിയോ? പാപം ക്ഷമിച്ചു കർത്താവ് പാപം അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പാപം ക്ഷമിക്കപ്പെട്ടവരുടെ പുതുജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. പാപം കർത്താവ് ക്ഷമിച്ചു. അടുത്ത 13-14 വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ആ പാപം ക്ഷമിച്ചതും പാപത്തിന് അത് വീണ്ടും അടുത്ത വാക്യങ്ങൾ അത് വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? മലയാളത്തിലൊന്നും വായിച്ച ആ ഭാഗം അത് വായിച്ച് നമ്മൾ കൺക്ലൂഡ് ചെയ്യാം. മലയാളത്തിൽ വായിച്ചു. ഞാനത് പറഞ്ഞോളാം. വായിച്ചത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. എന്താ പഴയത് കഴിഞ്ഞുപോയത്? ആകെ അവിടെ നമ്മൾ ഒറ്റ കാര്യം പൂരിപ്പിക്കും, പാപമെല്ലാം ക്ഷമിച്ചു. അങ്ങനല്ല. The old life is gone. അതാണ് പറയുന്നത്. പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട്, ഈ ഓൾഡ് ലൈഫ് ഈസ് ഗോൺ ആണ് സ്പിരിച്വൽ സർക്കംസിഷൻ.
ആത്മീക പരിച്ഛേദന ഒരാളിൽ നടന്നാൽ അങ്ങനെ കൗണ്ട് ചെയ്യുന്ന എണ്ണുന്ന ഒരു വ്യക്തി പറയും ഓൾഡ് ലൈഫ് ഇസ് ഗോൺ. നീ പണ്ടിങ്ങനല്ലായിരുന്നല്ലോ, പണ്ടിങ്ങനല്ലായിരുന്നല്ലോ, പണ്ടിങ്ങനല്ലായിരുന്നല്ലോ. അപ്പൊ പറയണം മൈ ഓൾഡ് ലൈഫ് ഈസ് ഗോൺ. A new life has begun. എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞാട്ടെ, പഴയത്. എന്താ പഴയത്? ഇങ്ങനെ പറ, എന്റെ പഴയ സ്വഭാവമാകുന്ന പാപത്തിന്റെ അടിമയായിരുന്ന, ന്യായപ്രമാണത്തിന്റെ അടിമയായിരുന്ന എന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ പാപത്തിന് സമർപ്പിച്ചുകൊണ്ടിരുന്ന ആ പഴയ ജീവിതം കഴിഞ്ഞു. ഒറ്റവാക്കി പറയുമ്പോൾ വളരെ ഈസിയാ. എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുക. ഞാൻ ഇനിയും ഓരോ ഭാഗങ്ങളിലേക്ക് പോയാൽ സമയം എന്റെ കയ്യിൽ പിടിച്ചാൽ കിട്ടത്തില്ല, മുന്നോട്ട് പോകും. നിങ്ങൾക്ക് ഒരു പക്ഷെ അത്രയും സമയം ശ്രദ്ധിക്കാനുള്ള ആ കോൺസെൻട്രേഷൻ കാണത്തില്ല. നമ്മള് എന്തിനാണ് ഇത്രയും ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതെന്നറിയണോ? ബിക്കോസ് ഐ ടോൾഡ് എ ക്യാപ്ഷൻ ഫ്യൂ മന്ത്സ് ഓർ ഫ്യൂ വീക്സ് ബിഫോർ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഫ്രീഡം ഫ്രം റൂൾസ് ആൻഡ് ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. ചട്ടങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും ക്രിസ്തുവിലുള്ള പുതുജീവിതം. തെറ്റിദ്ധരിക്കരുത് ദൈവമക്കളെ. നമ്മുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിച്ചു തന്നിട്ട് കർത്താവിന്റെ കരുണ കൊണ്ട് പഴയ ജീവിതത്തിൽ, പഴയ സ്വഭാവത്തിൽ തുടർന്ന് ക്രിസ്തുവിന്റെ കരുണ കൊണ്ട് ജീവിക്കാവുന്ന ആരും തെറ്റിദ്ധരിക്കരുത്. പഴയ സ്വഭാവത്തിൽ തുടരാനല്ല ക്രിസ്തുവിന്റെ മേഴ്സി, പുതിയ ജീവിതം നയിക്കാൻ വേണ്ടിയാണ് ക്രിസ്തുവിന്റെ മേഴ്സി ആൻഡ് ഗ്രേസ്. കൃപയും കരുണയും നമുക്ക് എന്തിനു വേണ്ടിയാ? പഴയ സ്വഭാവത്തിൽ തുടർന്നിട്ട് പാപക്ഷമയ്ക്ക് വേണ്ടിയല്ല, പിന്നെയോ പാപമോചനം പ്രാപിച്ച ദൈവമക്കൾക്ക് പുതുജീവിതം നയിക്കാനാണ് അവന്റെ കൃപ ആവശ്യം. ഇന്നത്തെ തലമുറയെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പഴയ സ്വഭാവവും പഴയ മനുഷ്യനും ആയി ജീവിച്ചിട്ട് എന്തുവേണ്ടി യാചിക്കും? കർത്താവേ കർത്താവേ. എന്തോ പഴയ മനുഷ്യനായി ജീവിക്കണം, പുതിയ ആകാശം വേണം. അങ്ങനെ പുതിയൊരു തിയറി നമുക്ക് പറയാം. ഇങ്ങനെ പഴയ മനുഷ്യനായി ജീവിക്കണം, ദൈവം നശിപ്പിക്കരുത്, ദൈവത്തിന്റെ കൃപയും കരുണയും വേണം, പുതിയ ആകാശം പുതിയ ഭൂമി എന്റെ പേര് തരിക. എത്ര മിടുക്കന്മാരാണ് നമ്മള്. ഇന്ന് രാത്രി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒന്നുകൂടെ പറഞ്ഞേ, പഴയത് കഴിഞ്ഞു പോയെന്ന് പറഞ്ഞിട്ടും വെറുതെ 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 എടുത്തോട്ടെ. ഈ കൂട്ടത്തിൽ പാടുന്ന, വെള്ളത്തിൽ കൂട്ടുന്ന പരിപാടി പഴയത് കഴിഞ്ഞു പോയെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതുവരെ എന്റെ അർത്ഥം മനസ്സിലാകാത്തെ. എന്തോ പഴയത് കഴിഞ്ഞു പോയെന്നാ? പഴയ ജീവിതം. ശ്രദ്ധിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? നിങ്ങള് പഴയ ജീവിതം കഴിഞ്ഞു പോയി. എന്താ പഴയ ജീവിതം? പാപം യജമാനായിരുന്ന, ന്യായപ്രമാണ യജമാനായിരുന്ന, ശരീരത്തിന്റെ അവയവങ്ങളെ ഒരു മടിയും കൂടാതെ അനീതിരായുധങ്ങൾ ഉപയോഗിച്ചിരുന്ന ആ പഴയ മനുഷ്യൻ പോയെന്ന് എവിടെ പോയി? യേശുവിടെ ഞാൻ ഒന്നിച്ചു ചേർന്നപ്പോ ആ മരിച്ച പഴയ മനുഷ്യൻ അവിടെ ക്രൂശിക്കപ്പെട്ടു. ഇതാ ഒരു പുതു മനുഷ്യൻ, ന്യൂ ലൈഫ്. എന്തിനാ പുതിയ മനുഷ്യൻ? പുതുതായി ജീവിക്കാൻ വേണ്ടിയാ. എന്തിനാ ജനിക്കുന്നത്? ജീവിക്കാനാണെങ്കിൽ. പുതിയ മനുഷ്യനായി നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് എന്തിനു വേണ്ടിയാ? നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ട തന്നെ. എല്ലാവരും തങ്ങളുടെ മാർഗത്തെ കഴിച്ച് പറഞ്ഞാട്ടെ, ഞാൻ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റത് എന്നെ പുതുജീവിതത്തിൽ, ഞാനും പുതുജീവിതത്തിൽ നടക്കേണ്ടത് തന്നെ. അതിലെനിക്ക് ഒരു ഓപ്ഷനുമില്ല. ഞാൻ പുതുജീവിതത്തിൽ പഴയത് കഴിഞ്ഞു. എന്ത്? എന്റെ പഴയ പെരുമാറ്റവും എന്റെ പഴയ ജീവിത രീതിയും എന്റെ പഴയ പ്രതികരണവും എന്റെ ജീവിതത്തിലുള്ള പഴയ പാപത്തിന്റെ അടിമത്തത്തിലുള്ള എന്റെ എല്ലാ സ്വഭാവവും കഴിഞ്ഞു പോയി. ഞാൻ ഇതാ പുതുതായിട്ട്, അല്ലെങ്കിൽ ഒരു പുതുജീവിതം ആരംഭിച്ചിരിക്കുന്നു. ഈ ജീവിതത്തിന് വേണ്ടി നമ്മളെ സഹായിക്കാൻ ആരെവർ റെഡിയാണ്? കർത്താവ് is always ever ready. എന്ത് വേണം? കൃപ വേണോ? കരുണ വേണോ? അതെ, ബലം വേണോ? താങ്ങണോ? നടത്തണോ? ശക്തിപ്പെടുത്തണോ? കൂടെ ഇരിക്കണോ? ആലോചന പറഞ്ഞു കേട്ടോ? ജയം തരണോ? അതെ, ദൈവത്തിന് മതിയായത്. ഇതിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ അതിനോട് ചേരുവാൻ, സ്നാനമേൽക്കുവാൻ അനുവദിച്ചത്. നമ്മളെ തന്നെ എണ്ണുന്നില്ലെങ്കിൽ നമുക്കതൊരിക്കലും, ഞാൻ പറയട്ടെ, വിശ്വാസമായി പരിണമിക്കുന്നില്ലെങ്കിൽ ഉപകാരമായി വരത്തില്ല. വഞ്ചിക്കപ്പെടരുതേ, ആരും വഞ്ചിക്കപ്പെടരുതേ. ഇന്ന് രാത്രി ഞാനും നിങ്ങൾ ഒരുമിച്ച്, നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നമ്മളെ സമർപ്പിക്കാം. നമുക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകും.